നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കള്ളപ്പണക്കാർക്ക് മുന്നറിയിപ്പ്. കള്ളപ്പണം വെളുപ്പിക്കാത്തവർക്ക് അവസാന മുന്നറിയിപ്പുമായി ആദായ നികുതി വകുപ്പ്. അനധികൃത നിക്ഷേപങ്ങൾ മാർച്ച് 31 മുൻപ് വെളിപ്പെടുത്തിയില്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. നിർദ്ദേശം: കള്ളപ്പണം വെളുപ്പിക്കാനായുള്ള പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജന പദ്ധതി ഈ മാസം അവസാനിക്കാനിരിക്കെ സർക്കാർ നിർദ്ദേശം അവഗണിച്ച് കള്ളപ്പണം സൂക്ഷിക്കുന്നവരെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായി ആദായ നികുതി വകുപ്പ്. സമയപരിധി കഴിഞ്ഞ് പിടിച്ചെടുക്കുന്ന കള്ളപ്പണത്തിന് 85% നികുതി അടയ്ക്കുന്നതിനൊപ്പം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. പിന്തുണയുമായി റവന്യൂ മന്ത്രി. ഇടുക്കിയിലെ കോറി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിച്ച ദേവികുളം സബ് കളക്ടറെ മാറ്റില്ലെന്ന് റവന്യൂ മന്ത്രി. ഇത് സംബന്ധിച്ച് ആരും ആവശ്യം ഉന്നയിച്ചിട്ടില്ല. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുമെന്നും E. ചന്ദ്രശേഖരൻ. വിശദീകരണം: ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടറാമിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് CPM സമരം തുടരുന്നതിനിടെ ജില്ലയിലെ പാറമടകളിൽ റവന്യൂ സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് കോടികളുടെ ക്രമക്കേട്. അന്വേഷണം വ്യാപിപ്പിച്ചാൽ 25 കോടിയിലേറെ പിഴ ഈടാക്കാൻ കഴിയുമെന്നും പ്രാഥമിക വിലയിരുത്തൽ. അതിനിടെ സബ് കളക്ടറെ മാറ്റാനുള്ള CPM സമരത്തിനെതിരെ CPIയും രംഗത്ത്. റവന്യൂ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സബ് കളക്ടറെ സർക്കാർ സംരക്ഷിക്കണമെന്ന് കാനം രാജേന്ദ്രൻ. ഒരു ഉദ്യോഗസ്ഥനെതിരെ പ്രത്യേക നിലപാട് വേണമെന്ന് ഒരു പാർട്ടിക്കോ ഭരണകൂടത്തിനോ പറയാനാകില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി. മത്സരം മുറുകുന്ന മലപ്പുറം. പോരാട്ട ചൂടിലായ മലപ്പുറത്ത് ഇന്ന് പത്രികാ സൂക്ഷ്മ പരിശോധന. സീനിയർ നേതാക്കളെ മുഴുവൻ കളത്തിലിറക്കി മുന്നണികളുടെ മത്സരവീര്യം. പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ 16 സ്ഥാനാർത്ഥികളുടേതായി അവശേഷിക്കുന്നത് 22 പത്രികകൾ. കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തോളം വോട്ട് പിടിച്ച SDPIയും 1/4 ലക്ഷത്തിലേറെ വോട്ട് നേടിയ വെൽഫെയർ പാർട്ടിയും മത്സരത്തിനില്ല. ലോക്സഭാ മണ്ഡലത്തെ 61 ലോക്കൽ കമ്മിറ്റികളായി വിഭജിച്ച് പ്രചരണ ചുമതല MLA മാർക്ക് നൽകി LDF. പഞ്ചായത്ത് തലത്തിൽ ഇലക്ഷൻ പ്രചരണ നേതൃത്വം മുതിർന്ന നേതാക്കളെ ഏൽപ്പിച്ച് UDFും അതേ മാതൃകയിൽ. കഴിഞ്ഞ തവണ 64,000-ലധികം വോട്ട് പിടിച്ച BJP സ്ഥാനാർത്ഥി N. ശ്രീപ്രകാശ് ലക്ഷ്യമിടുന്നത് 1 ലക്ഷത്തിന്റെ സമ്മതിദാനം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ E. അഹമ്മദ് നേടിയ 1.94 ലക്ഷത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം കുറയാതെ കാക്കേണ്ട വെല്ലുവിളിയിൽ കുഞ്ഞാലിക്കുട്ടി. UDFന്റെ ലീഡ് കുറയ്ക്കാനുള്ള ശ്രമത്തിൽ ഇടതു സ്ഥാനാർത്ഥി MP ഫൈസൽ. SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്മാറ്റം ആർക്ക് ഗുണം ചെയ്യുമെന്നതിൽ അഭ്യൂഹം. നീതിക്കായി മഹിജ. സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഹർജിയുമായി ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജ സുപ്രീം കോടതി. കോളേജുകളിലെ ഇടിമുറികൾ നിരോധിക്കണമെന്ന ആവശ്യം. സ്വാശ്രയ കോളേജുകൾ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുന്ന തടവറകളെന്നും മഹിജ സമർപ്പിച്ച ഹർജിയിൽ പരാമർശം. ജിഷ്ണു കേസിൽ പ്രതിയായ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിന് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് മഹിജ. കൃഷ്ണദാസ് കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. അഴിമതിക്കെതിരെ പ്രതികരിക്കുന്നവരെ കോളേജ് അധികൃതർ ഇടിമുറികളിൽ എത്തിക്കുന്നു. ജിഷ്ണുവിന് സംഭവിച്ചത് ഇനിയൊരു കുട്ടിക്കും സംഭവിക്കാതിരിക്കണമെന്നും ഹർജിയിൽ മഹിജ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.